So, ready, 1, 2, 3, start. So, hi guys, once again, welcome back. Hello, sir. Cut here. Ready, 1, 2. എടാ ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ടഫാണ്. അപ്പോൾ ഫിസിക്സ് ടഫാക്കാൻ ഒരാൾ കൂടി നിങ്ങളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ആരാണ്? നമ്മുടെ പ്രോബ്ലങ്ങൾ. ഫിസിക്സിലെ പ്രോബ്ലങ്ങൾ ചോദിക്കും. പ്രോബ്ലം ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷെ ഇക്വേഷൻ ഓർമ്മയില്ലടാ. എടാ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള 6 ചാപ്റ്ററുകളുടെയും മുഴുവൻ ഇക്വേഷൻസും ഞാൻ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നു. സോ വെൽക്കം ബാക്ക് ടു ലേണിംഗ് 5. അപ്പോൾ നമ്മൾ ഇന്നത്തെ 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിലെ ഓൾ ഇക്വേഷൻ, കംപ്ലീറ്റ് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളി. സോ വെരി ഈസിയിലൂടെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് കംപ്ലീറ്റ് ഇക്വേഷൻ ഓഫ് ഫിസിക്സ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുക ഒന്നാമത് ചാപ്റ്ററിൽ നമ്മൾ വേണം. ഒന്നാമത് ചാപ്റ്ററിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ്. എങ്ങനെയാണ് സാറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ് ചോദ്യം വരിക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ n ഈസ് ഈക്വൽ ടു c by v എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. n ഈസ് ഈക്വൽ ടു c by v എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതാ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വേണം. ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതാ ഇക്വേഷൻസ് അവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. 3 ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. മോഷന്റെ 3 ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഒന്ന് v is equal to u plus at, രണ്ട് s is equal to ut plus half at square, 3 v square is equal to u square plus 2as എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്. കിട്ടിയില്ലടാ? കിട്ടി സാറേ, അടിപൊളിയാണ്. നെക്സ്റ്റ് ഏതാ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ കിട്ടും. ഇനിയാണ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. വെലോസിറ്റി കാണാൻ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ, ആ ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആക്സിലറേഷൻ കാണാൻ അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ എ ആണ്. സ്മോൾ എ ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി ആണ്. എങ്ങനെ സാറേ? v മൈനസ് യു ബൈ ടി ആണ് കാണാനുള്ള ഇക്വേഷൻ. അടിപൊളിയാണ്, കിട്ടി, പവർ ആണ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പാടാം. നെക്സ്റ്റ് പാർട്ട് മോഷൻ, ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, നമ്മുടെ ന്യൂട്ടന്റെ ചാപ്റ്റർ മോഷൻ, ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഏകദേശം ഒരു കുറച്ച് ഇക്വേഷൻസേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. എടാ ഫസ്റ്റ് റിസൾട്ടന്റ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും. സാറേ റിസൾട്ടന്റ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ അവിടെ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിസൾട്ടന്റ് ഫോഴ്സ് സെയിം ഡയറക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു കട്ടപ്പെട്ടിയിലേക്ക് സെയിം ഡയറക്ഷനാണ് രണ്ടാൾക്കാരും എന്ത് ചെയ്യുന്നത് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഫോഴ്സ് നമ്പർ 1 പ്ലസ് ഫോഴ്സ് നമ്പർ 2 കൊടുക്കുന്ന രണ്ട് ഫോഴ്സുകളിൽ നമ്മൾ കൂട്ടിയാൽ നമുക്ക് സെയിം ഡയറക്ഷനിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് നമ്പർ 1നെ ഫോഴ്സ് നമ്പർ 2 കൊണ്ട് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സ് കിട്ടും. പിന്നെ നോക്ക് മൂന്നാമത്തത് ഫോഴ്സ് കാണാനുള്ള മെയിൻ ഇക്വേഷൻ F is equal to m എന്ന് പറഞ്ഞ മാസാണ്, a എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ആണ്. ഓക്കെ, മൊമെന്റം കാണാൻ P equal to mv എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് മൊമെന്റം കാണാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇനീഷ്യൽ മൊമെന്റം കാണണമെങ്കിൽ എം യുവും ഫൈനൽ മൊമെന്റം കാണണമെങ്കിൽ എം ബിയും. ആകെ യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആണ്, ബി എന്ന് പറഞ്ഞാൽ ഫൈനൽ ആണ്. അല്ലെങ്കിൽ ഇനീഷ്യൽ നമ്മൾ ബി ഒ എന്നപ്പെടും, അത് നിങ്ങൾ +1 പഠിച്ചാൽ മതി, അതോടെ നമുക്ക് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ മൊമെന്റം കാണണമെങ്കിൽ എം വിയിൽ നിന്ന് എം യു ഡിവൈഡ് ചെയ്യുക, എം യു കുറച്ചാൽ മതി. അതായത് ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ഇനീഷ്യൽ മൊമെന്റം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം നെക്സ്റ്റ് കഴിഞ്ഞു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണണമെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റത്തെ ഡിവൈഡ് ചെയ്യുക ടൈമുമായിട്ട്. ചേഞ്ച് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? എം ബി മൈനസ് എം യു ഡിവൈഡ് ബൈ ടി കൊണ്ട് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇക്വേഷനുകൾ. നാലാമത്തെ ചാപ്റ്റർ പാടാം, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും കാണാൻ അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് F is equal to വലിയ G ചെറിയ m1 m2 ഡിവൈഡ് ബൈ d സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ തന്നെ സാർ യൂസ് ചെയ്യാം. എടാ ഭൂമിന്റെ ഉള്ളിലുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണക്കാക്കാൻ വേണ്ടിയിട്ട് F is equal to G m1 m2 ഡിവൈഡ് ബൈ d സ്ക്വയർ ആണ്. അതിലെ ക്യാപിറ്റൽ ലെറ്റർ G എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, എന്തിന്റെ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. എത്രയാണ്? 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബാർ കിലോഗ്രാം സ്ക്വയർ. എന്ത് ചെയ്യാൻ സാധ്യത? ഇവിടെ വൺ വേർഡ് ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഇവിടെ ഇനി അടുത്തത് നോക്ക്, ഭൂമിയും ഒരു ബോഡിയും തമ്മിലുള്ള ഐ ലവ് യു കണക്കാക്കണമെങ്കിൽ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണക്കാക്കണമെങ്കിൽ F is equal to G വലിയ എം ചെറിയ എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇപ്പൊ സാർ എന്താണ് ഇവിടെ വലിയ എം എന്ന് പറഞ്ഞാൽ? എടാ വലിയ എം എന്ന് പറഞ്ഞാൽ എർത്തിന്റെ
മൊത്തം മാസാണ്. ചെറിയ m എന്ന് പറഞ്ഞാൽ ഭൂമി അട്രാക്ട് ചെയ്യുന്ന ബോഡിയുടെ മാസാണ്. പിന്നെ r എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് ആണ്. r എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് ആണ്. പിന്നെ ഡിസ്റ്റൻസ്, ഇതിൽ ഡിസ്റ്റൻസ് കാണാനോട് ചോദിക്കും. ഡിസ്റ്റൻസ് കാണാൻ d സ്ക്വയർ is equal to വലിയ G m1 m2 ഡിവൈഡ് ബൈ ആ f2 കൊടുത്താൽ മതി. നേരെ അങ്ങോട്ടും അറിയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ G equal to gm by r സ്ക്വയർ എന്നാണ്. ഇതിൽ എന്താണെന്ന് എല്ലാം അറിയാലോ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് നിങ്ങൾ കരുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇടാം ബോയിങ് ഫോഴ്സ്. ബോയൻസി കാണാൻ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ബോയൻസി കാണാനുള്ള ഇക്വേഷൻ ഒറ്റൊന്നുമില്ല. ബോയൻസി കാണാൻ എന്താ ചെയ്യുക? വാട്ടർ അല്ലെങ്കിൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. വാട്ടറിലെ വെയിറ്റിനെയും അതേപോലെ പുറത്തുള്ള എയറിലുള്ള വെയിറ്റിനും തമ്മിൽ കുറച്ചാൽ മതി, സബ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അടുത്തത് അതിന്റെ വ്യത്യാസം ഡിഫറൻസ് കണ്ടാൽ മതി. റിലേറ്റീവ് ഡെൻസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്, നമുക്ക് തന്നിട്ടുള്ള സബ്സ്റ്റൻസിനെ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഓർത്ത് വെക്കുക, ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണെന്നും കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 6ലേക്ക് പോകാം. ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് വെയിറ്റ് കാണാനും വർക്ക് കാണാനുള്ള ഇക്വേഷൻ. വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ mgh ആണ്. അതേപോലെ വർക്ക് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എടാ, ഈ ചാപ്റ്ററിൽ ഈ പറഞ്ഞിട്ടുള്ള 6 ചാപ്റ്ററുകളിലും ഒരുപാട് ഡീപ്പായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 മണിക്കൂറിന്റെ ലൈവ് ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾ കയറിക്കോളാണ്ടി. 7 മണിക്കാണ്. ഒരു 1.25 മണിക്കൂർ നമ്മൾ 36 മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാവിധ ചോദ്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യും ആ ഒരു ലൈവ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കംപ്ലീറ്റ് ഇക്വേഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സാറേ എടാ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക ഇക്വേഷൻ ഒക്കെ കിട്ടാനുള്ള വഴി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ലിങ്ക് നേരെ സെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.